ആരെയും ജപ്തി ചെയ്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കിന് കേരളത്തിൽ വിലയില്ലേ എന്ന് ചോദിച്ചു തുടങ്ങേണ്ടി വരുന്നു ന്യൂസ് ഡെസ്ക്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വായ്പ തിരിച്ചടയ്ക്കാൻ വൈകിയതിനെ തുടർന്ന് വയോധികന്റെ വീട് ജപ്തി ചെയ്തിരിക്കുന്നു. നെയ്യാറ്റിൻകര അർബൻ ബാങ്കിന്റേതാണ് നടപടി. 2013 1.5 ലക്ഷം രൂപ വായ്പ എടുത്തു. പല തവണയായി 1.5 ലക്ഷത്തോളം അടച്ചു. എന്നാൽ വീണ്ടും 1,80,000 രൂപ കൂടി അടയ്ക്കേണ്ടതുണ്ട്. ഈ വീട് ജപ്തി ചെയ്തതോടെ നാടാർകണം സ്വദേശി യേശുദാസൻ പെരുവഴിയിലായി. സർഫാസി ആക്ടിൽ കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന നടപടി പാടില്ലെന്ന് ഈ മാസം 10-നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. താമസിക്കുന്ന വീട് ജപ്തി ചെയ്യാൻ പാടില്ല. ആളുകൾക്ക് അവരുടെ വീട്ടിൽ താമസിക്കാൻ അവകാശമുണ്ട്. ഇത് കർശനമായി പാലിക്കാൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ആ വാക്കുകൾ കേട്ട ശേഷം ഇപ്പോഴത്തെ ഈ പ്രധാന വാർത്തയിലേക്ക് വരും. നമ്മുടെ സംസ്ഥാനത്ത് ബാങ്കുകൾ വീടുകൾ ജപ്തി ചെയ്യുന്നതിനെതിരെ വലിയ പ്രസ്ഥാനം തന്നെ കേരളത്തിൽ ഉയർന്നു വന്നതാണ്. ഇക്കാര്യത്തിൽ സഹകരണ മേഖല മാതൃക കാണിക്കണം എന്നതാണ് പൊതുവെ നാം സ്വീകരിച്ച നിലപാട്. അതിന്റെ ഭാഗമായി ചെയ്യാൻ പറ്റുന്ന കാര്യം, വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ ആ വീട് ജപ്തി ചെയ്യുന്ന നില സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ല. അത് അവിടെ താമസിക്കാനുള്ള അവകാശം അവിടെ ഉള്ള ആൾക്കാർക്കുണ്ട്. അവരെ വഴിയാധാരമാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. ആ നില സഹകരണ മേഖലയാകെ സ്വീകരിച്ച് പോകണമെന്ന് നേരത്തെ കണ്ടതാണ്. അത് കർശനമായി പാലിക്കാൻ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും തയ്യാറാകണമെന്നുള്ള നിർദ്ദേശം പൊതുവെ കൊടുക്കുന്നതാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുക കൂടിയാണ് യേശുദാസൻ. ആദ്യം അരുൺ മോഹനിലേക്ക് പോകുന്നു. അരുൺ മോഹൻ, നെയ്യാറ്റിൻകര അർബൻ ബാങ്ക് വളരെ ക്രൂരമായിട്ടുള്ളൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോഴും ഈ വലിയ പ്രതീക്ഷിച്ച് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കൊണ്ട് ഇത്തരം വാർത്തകൾ ആവർത്തിക്കുകയില്ല എന്നൊരു പ്രതീക്ഷ സാധാരണ ജനങ്ങൾക്കുണ്ടായിരുന്നു. അതാണ് ഇല്ലാതായിരിക്കുന്നത്. എപ്പോഴാണ് ജപ്തി ചെയ്തത്? അപർണ സൂചിപ്പിച്ചതുപോലെ ഈ 56-കാരൻ എന്ത് ചെയ്യണമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആ ഒരു ആശങ്കയിൽ തന്നെയാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പറയുന്ന നാടാർകുണം, നെയ്യാറ്റിൻകര നാടാർകുണം സ്വദേശിയായ 56-കാരനായ യേശുദാസിന്റെ വീടിന് നേരെ ജപ്തി നടപടിയുമായി നെയ്യാറ്റിൻകര അർബൻ ബാങ്കിന്റെ ശാഖ പ്രതിനിധികൾ എത്തിയത്, നടപടി നടത്തിയത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് കഴിഞ്ഞ 2013 ഇദ്ദേഹം 1.5 ലക്ഷം രൂപ ഈ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. കറക്റ്റായി തിരിച്ചടച്ചുകൊണ്ട് വന്നിരുന്നു. കാരണം ഇത് ഒരു കർഷകനാണ്, കറക്റ്റായി തിരിച്ചടച്ചു വന്നു. പക്ഷേ കൊറോണ കാലവും ഒപ്പം ഭാര്യയുടെ തങ്കപുഷ്പത്തിന്റെ ചികിത്സയും, അവര് ഈ വൃക്കരോഗിയും ഹൃദ്രോഗിയൊക്കെ ആയി മാറി, ചികിത്സയും ഇദ്ദേഹത്തിന്റെ തിരിച്ചടവ് മുടക്കി. എന്നിരുന്നാലും ഇദ്ദേഹം നാളിതുവരെ 1,80,000 രൂപയോളം ഈ ബാങ്കിൽ തിരിച്ചടച്ചിരുന്നു. എന്നാൽ ഈ കാലയളവിനുള്ളിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ 2 മാസത്തിനു മുമ്പ് മരിച്ചു. ആകെ ദുരിതത്തിൽ ആയി ഒരവസ്ഥയായിരുന്നു. ഈ സമയത്തായിരുന്നു കഴിഞ്ഞ ദിവസം ബാങ്ക് അധികൃതർ വന്ന് ഈ പറയുന്ന ജപ്തി നടപടി നടത്തിയത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് മകന് പലതവണ ഈ നോട്ടീസൊക്കെ കൊടുത്തിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ മകൻ അത് കാര്യമായി എടുത്തിരുന്നില്ല, അച്ഛനോടത് പങ്കുവച്ചിരുന്നില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഈ പറയുന്ന ആരോരുമില്ലാതെ ഭാര്യ മരിച്ചു. മകനും മരുമകളും വേറെ വീട്ടിലാണ്. ഒപ്പം ഈ പറയുന്ന ഇദ്ദേഹത്തിനൊരു മകളുണ്ട്. അത് മകളെ കല്യാണം കഴിച്ചു. ഇയാൾ ഏക ആശ്രയമായിരുന്ന വീട്ടിനകത്ത് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ജപ്തി നടപടികൾ പൂർത്തിയാക്കി തുണി പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇദ്ദേഹത്തെ മാറ്റുകയായിരുന്നു ബാങ്ക് അധികൃതർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് ബന്ധു വീട്ടിലായിരുന്നു അദ്ദേഹം ഇന്നലെയും ഇന്നുമൊക്കെ അന്തി ഉറങ്ങിയതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപർണ, ഞാൻ തിരികെ എത്താം. അരുൺ, ഇപ്പോൾ നടപടി വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് ഇത്രയും കടുത്തൊരു നടപടിയിലേക്ക് കടക്കേണ്ടി വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത പ്രതിസന്ധിയിൽ കൂടിയാണ് യേശുദാസൻ. പ്രതികരണത്തിലേക്ക് പോയി. ഞാൻ കുറച്ചടച്ച് മുക്കാലടച്ച് പിന്നെ കൊറോണ സമയത്ത് പിന്നെ അടയ്ക്കാതായി. ഒരു ബാങ്ക് തുറക്കൂലായിരുന്നു. അപ്പോൾ പിന്നെ പണികളും ഇല്ലാതുകൊണ്ട് അടയ്ക്കാനും പറ്റിയില്ല. അങ്ങനെ കിടന്നു. പിന്നെ കൊണ്ട് 20,000 അടച്ച് അത് പോയിട്ട് ഇപ്പോഴും നോട്ടീസ് വന്ന് അത് മോനെ അറിയിച്ചു. അത് എൻ്റെ ഇടാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞില്ല സംഭവം എന്തിനാണ്. എൻ്റെ ഇടാൻ കൊണ്ടില്ല, അതുകൊണ്ടാണ് പറ്റിയത്. ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങൾ പിന്നെ ഇവിടെ ആശ്രയിക്കാസും പിടികളെ കൊണ്ട് ആയിരുന്നു. അവിടെ 11 ദിവസം ആശുപത്രി കിടന്നു. പിന്നെ അവിടെ നിന്ന് അറ്റാക്ക്, പിന്നെ
കിഡ്നി കംപ്ലൈൻറ്റ്, ഹാർട്ടിൻ്റെ ഒക്കെ അസുഖം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവൾ മരിച്ചത്. ഇവിടെ 2 മാസമായിരുന്നു അവൾ മരിച്ചിട്ട്. ഞാൻ ഇപ്പം ഒറ്റയായി. പിന്നെ എൻ്റെ മുന്നേ ഇല്ല, മറ്റുള്ള കാര്യം നമുക്ക് ബാങ്കിൽ നിന്ന് ആര് വിളിച്ചാലും പറയുകയില്ല, ഒന്നും പറയില്ല. പിന്നെ എനിക്ക് എൻ്റെ ഡ്രസ്സ് എടുക്കാൻ പറ്റാതെയായി. ഞാൻ ജനലിൽ കൂടി 2 തുണിയെടുത്ത് കമ്പ് കൊണ്ട് കിണ്ടി അത് കയറാനും പറ്റില്ല. അവർ ഇന്നലെ വന്നിട്ട് സീൽ ചെയ്തായിരുന്നു. ഞാൻ ഇന്നലെ പണിക്ക് വരുന്നു. പണിക്ക് പോയിട്ട് വന്നപ്പം ഇങ്ങനെ കൂട്ടിയിരിക്കുകയാണ് കണ്ടത്. 6 മണിയായപ്പോൾ ഞാൻ ഇവിടെ വന്നു. അപ്പോഴാണ് ഞാൻ കണ്ടത്. നെയ്യാറ്റിൻകരയിലെ പൊതുപ്രവർത്തകരും ഈ വിഷയത്തിനകത്തൊക്കെ ഇടപെടുന്നു. ആന്റണി എന്നൊരു പൊതുപ്രവർത്തകന് കൂടി നമ്മളോട് പ്രതികരിച്ചിരുന്നു. അതിലേക്ക് കൂടി. പനിച്ചോട് അർബൻ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ട്. പലതവണ അവർ അടച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവർ ഈ യേശുദാസൻ എന്ന് പറഞ്ഞൊരു കൂലിപ്പണിക്കാരനാണ്. യേശുദാസൻ്റെ ഭാര്യയും കഴിഞ്ഞ 2 മാസമായിട്ട് മരിച്ചിട്ട് അതിൻ്റെ ഒരു പരിഗണനയും കൊടുക്കാതെ പുള്ളി പുറത്താക്കി സീൽ ചെയ്തിട്ട് പോയി. ഇതൊരിക്കലും ഇത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഒരു വയസ്സായ ആളിനെ പുറത്തിറക്കി വിട്ടിട്ട് വിടാൻ നിയമമില്ല. പക്ഷേ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അടയ്ക്കണം, അത് തീർച്ചയായിട്ടും അടയ്ക്കണം. പക്ഷേ അതിനെല്ലാം വേറെ ചില മാനദണ്ഡങ്ങളുണ്ട്, അതനുസരിച്ച് അത് ചെയ്യണം. അത് ചെയ്യാത്തത് ബാങ്ക് കാണിച്ച ഏറ്റവും വലിയ തെറ്റാണ്. റൈറ്റ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് പാർവതി സത്യദേവൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. പാർവതി, മുഖ്യമന്ത്രിയുടെ വാക്കും വെറും വാക്കായി അവസാനിക്കുന്നു. ഇതിനകത്ത് ഈ കൊറോണ കാലത്ത് സംഭവിച്ച വിഷയം കർഷകനാണ്, സ്വാഭാവികമായിട്ടും അതിൽ ഇളവ് നൽകണമെന്ന് തന്നെ പലതവണ പറഞ്ഞതാണ്. അത്തരം നിർദ്ദേശങ്ങളൊക്കെ വന്നത് ഇതെല്ലാ കാര്യങ്ങളും തള്ളപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണോ ഇത് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? അപർണ, ഇക്കഴിഞ്ഞ ഫെബ്രുവരി 10-നാണ് നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ ഇക്കാര്യം പറഞ്ഞത്. അതായത് വായ്പാ തിരിച്ചടവിന്റെ ഭാഗമായി താമസക്കാരെ ഇറക്കി വിട്ടുകൊണ്ട് വീട് ജപ്തി ചെയ്യുന്ന നടപടി ഇത് ഒഴിവാക്കും എന്നായിരുന്നു മുഖ്യമന്ത്രി അന്ന് നിയമസഭയിൽ നൽകിയ ഉറപ്പ്. എന്നാൽ ഈ ഉറപ്പ് പാഴ്വാക്കാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. കാരണം മുഖ്യമന്ത്രി അന്ന് സൂചിപ്പിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. വീട് കിടപ്പാടം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാൻ ശക്തമായ നിയമനിർമ്മാണം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനായി വിവിധ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ജൂലൈ 15-നകം റിപ്പോർട്ടും സമർപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ ജൂലൈ 15-ന് കുറച്ച് മാസങ്ങൾ കൂടിയുണ്ട്. ഇതിനിടയിൽ ഈ റിപ്പോർട്ട് തീർച്ചയായിട്ടും ജൂലൈയിൽ സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെയാണ് വീണ്ടും ഇത്തരം നടപടികൾ ആവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത്. ഫെബ്രുവരി 10-ന് മുഖ്യമന്ത്രി വീട് ജപ്തി ചെയ്ത് ആളുകൾക്ക് കിടപ്പാടം ഇല്ലാതാക്കുന്ന അവസ്ഥ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് പിന്നാലെ കൊല്ലത്തും സമാന സംഭവമുണ്ടായി. 6-അംഗ കുടുംബത്തിനെ വീടിൽ നിന്ന്, ചെറിയ കുട്ടികൾ ഉൾപ്പെടുന്ന 6-അംഗ കുടുംബത്തിനെ വീടിൽ നിന്ന് പുറത്തിറക്കി വിട്ടിരുന്ന സാഹചര്യമുണ്ടായി. സമാന സംഭവം നാടിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകിയിട്ടും ഇത്തരം ജപ്തി നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപർണ, ഞാൻ തിരികെ എത്താം. പാർവതി, അരുൺ മോഹനിലേക്ക് കൂടെ. ഇതിനകത്ത് പൊതുപ്രവർത്തകരും ഇടപെട്ടിരിക്കുന്നു. ബാങ്ക് ഇനി ഈ നടപടിയിൽ തന്നെ ഏതെങ്കിലും തരത്തിലൊരു ഇളവിലേക്ക് ഒരു സാധ്യത ഇനിയുണ്ടോ? സ്വാഭാവികമായിട്ട് ഇതൊരു നടപടിക്രമത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ഇതൊരു റെക്ടിഫിക്കേഷനുള്ള സാധ്യത കുറവല്ലേ? അപർണ, അതിനാൽ പൊതുപ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ ഇതിനുള്ളൊരു ശ്രമം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് നോക്കുന്നത്. എങ്ങനെയായാലും ഈ പറയുന്ന ഇയാൾക്ക് ഒരു സുരക്ഷിതമായ ഒരു കിടപ്പാണ്. കാരണം മാനസികമായി തകർന്ന ഒരു അവസ്ഥയാണ്. കാരണം സാമ്പത്തികം നഷ്ടപ്പെട്ടു, ആശ്രയമായി ഇരിക്കേണ്ട അല്ലെങ്കിൽ അന്തിക്കൂട്ട് കൂടെ ഉണ്ടായിരിക്കേണ്ട ഭാര്യ നഷ്ടപ്പെട്ടു, മക്കൾ ഇല്ല, ഇരിക്കുന്ന ഒരു വൃദ്ധന്റെ ഒരു മാനസികാവസ്ഥ നമുക്കിനി പറയേണ്ട അവസ്ഥയില്ല. കാരണം 2 മാസമായുള്ളൂ ഭാര്യ മരിച്ചിട്ട്. ഭാര്യയുടെ കുഴിമാടം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കല്ലറ ഉൾപ്പെടെയുള്ള സ്ഥലമാണ് ഇന്ന് ഈ പറയുന്ന ബാങ്ക് അധികൃതർ കൈയടക്കി മാറി. കാരണം അവിടെ നിന്ന് അദ്ദേഹത്തിന് എല്ലാം വിട്ട് വേറൊരു വീട്ടിൽ ചെന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറുതുണി പോലും ഇല്ലാതെ ഒന്ന് മാറി കൊടുക്കാൻ പോലും കഴിയാതെയാണ് അദ്ദേഹം മാറി നിൽക്കുന്നത്. ഇത് ഗൗരവമായി തന്നെ അവിടെയുള്ള പൊതുപ്രവർത്തകരെല്ലാം ഈ വിഷയത്തെ കണ്ടു. ഇതിന് എന്തായാലും ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്നൊരു നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് ബാങ്ക് അധികൃതരുമായി സംബന്ധിച്ച്. പക്ഷേ ബാങ്കുകാർ പറയുന്ന നിലപാടെന്ന് പറയുമ്പോൾ പലതവണ നമ്മൾ നോട്ടീസ് നൽകിയിരുന്നു, പക്ഷേ പൈസ അടയ്ക്കാത്ത ഒരു കാരണമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും കാശടച്ചു കഴിഞ്ഞാൽ ഈ നടപടിയിൽ നിന്ന് ഒഴിവാക്കാമെന്നുള്ളൊരു നിലപാടുകളെ ബാങ്കിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപർണ, ഇതിനടുത്ത് നമ്മളൊരു വേറൊരു കാര്യം കൂട്ടി വായിക്കാനുള്ളത്, സാധാരണക്കാർ നിവൃത്തിയില്ലാതെയാണ് എപ്പോഴും ഒരു ലോൺ എടുക്കുന്നത്. ലോൺ എടുക്കുന്ന സമയത്ത് ഇത്തരം ചില മാനദണ്ഡങ്ങൾ കാരണം അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് കാശ് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്ന് കടക്കണിയിലേക്ക് എത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു തുക കിട്ടി അവർ ഒരുപക്ഷെ പൈസ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവരെ കടാശ്വാസത്തിൽ നിന്ന് അവരെ പിന്തള്ളിപ്പിക്കും.
എന്നുള്ളതാണ്. ഈ പറയുന്ന നമ്മൾ സൂചിപ്പിച്ചത് യേശുദാസൻ 1.5 ലക്ഷം രൂപയാണ് എടുത്തിട്ടുള്ളത്. ആ 1.5 ലക്ഷം രൂപയിൽ അദ്ദേഹം ഏകദേശം 1,80,000 രൂപയോളം അടച്ചിട്ടുണ്ട് നാളിതുവരെ. അതായത് എടുത്ത മുതൽ നിന്ന് അടച്ചിട്ടുണ്ടെങ്കിലും ഇനിയും 1.5 ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. കാരണം ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന കാശുകൾ അടച്ചതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കട ആശ്വാസ നിധിയിൽ നിന്ന് അല്ലെങ്കിൽ കടാശ്വാസ അപേക്ഷ കൊടുക്കാനുള്ള പരിഗണനയിൽ നിന്ന് ഇദ്ദേഹം പിന്തള്ളപ്പെട്ടത്. അതേസമയം ഒരിക്കലും കാശടയ്ക്കാതിരിക്കുന്നവർക്ക് ഇതിന് അർഹരാകുകയും ചെയ്യുന്നു. ഇത് ഒരുപക്ഷെ ഇത്തരം സാധാരണക്കാർ അല്ലെങ്കിൽ കാശടയ്ക്കാൻ മനസ്സുള്ളവരെ പോലും അവരുടെ മാനസികമായി നടത്തുന്ന ഒരു നിലപാടാണ്. ഇതും സർക്കാർ പുനഃപരിശോധിക്കണമെന്നും ഇവിടെയുള്ള വരുന്ന പൊതുപ്രവർത്തകർ ഈ വിഷയത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാന വിഷയമാണ്. കാരണം കാശടയ്ക്കുന്നവർക്ക് പോലും ഈ പറയുന്ന നൽകുന്നില്ല, കടാശ്വാസം അപേക്ഷ നൽകാൻ കഴിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണുന്നത്. എന്തായാലും ഇദ്ദേഹത്തെ ഇടപെട്ട് ബാങ്കുമായി ഇടപെട്ട് ഇദ്ദേഹത്തെ തിരിച്ച് വീട് എത്തിച്ചു നൽകാനുള്ള ഒരു ശ്രമത്തിലാണ് ഇവിടെയുള്ള പൊതുപ്രവർത്തകർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബാങ്കിന്റെ നിലപാട് ഇപ്പോൾ പൊതുപ്രവർത്തകർ ഇത് പറയുന്നു, ഇത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഒരു ഇളവ് കാണിക്കണമെന്ന് പറയുമ്പോൾ അപ്പോഴും ഇതിന്റെ തീരുമാനം ബാങ്കിന്റെ കോർട്ടിൽ തന്നെ നിൽക്കുകയാണ്. ഇങ്ങനെ 3/4 പങ്കോളം അടച്ചിട്ടും ഈ തരത്തിലൊരു നടപടിയിലേക്ക് അതൊരു നിയമ നടപടിക്രമങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും ബാങ്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇളവ് നൽകാനുള്ള സാധ്യതയുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നമുക്ക് കിട്ടിയിട്ടുണ്ടോ അരുൺ ഈ സമയം വരെ? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാങ്കിന്റെ നിലപാട്, ബാങ്കിന്റെ ഭാഗത്ത് നേരത്തെ നമ്മുടെ പൊതുപ്രവർത്തകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാങ്കിന് അടച്ച കാശ് തിരിച്ചു നൽകേണ്ടത് വാങ്ങിയ കാശ് തിരിച്ച് നൽകേണ്ടതും അല്ലെങ്കിൽ ബാങ്ക് അത് ഈടാക്കേണ്ടതും അത് ആവശ്യമായ കാര്യം തന്നെയാണ്. ബാങ്ക് ഇവിടെ പറയുന്നത് പല തവണയും ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തെ സമീപിക്കാൻ ശ്രമിച്ചിരുന്നു. ഒരുപക്ഷെ ഈ പറയുന്ന യേശുദാസ് ഈ വിവരം അറിഞ്ഞിരിക്കില്ല, അത് പറയുന്നത് സത്യമായിരിക്കാം. കാരണം ഇദ്ദേഹം ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയോട് ആയിരുന്നു, മെഡിക്കൽ കോളേജിലായിരുന്നു പല പ്രാവശ്യവും, ജോലിക്ക് പോലും പോകാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് ഇവിടെ വന്നപ്പോൾ വ്യക്തമായി മനസ്സിലായ കാര്യമാണ്. പിന്നെ മകനുമായി അത്ര രസത്തിലല്ല എന്നും നമുക്ക് വർത്തമാനങ്ങൾ കൂടെ മനസ്സിലാവും. സ്വാഭാവികമായി ഈ വിവരങ്ങൾ യഥാക്രമം ഇദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞാൽ അറിഞ്ഞിരുന്നെങ്കിൽ ഈ സാധാരണക്കാരൻ എന്ത് വില കൊടുത്തും കുറച്ച് അവർ പറയുന്ന ഈ നടപടിക്രമം ഒഴിവാനുള്ള തുകയെങ്കിലും കൊണ്ട് അവർ അടയ്ക്കുമായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചുള്ള 20,000 രൂപ അടുത്ത ഈ ഭാര്യ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു 20,000 രൂപ കൊണ്ട് കൊടുത്തതെന്നും അദ്ദേഹം ഇടയ്ക്ക് നമ്മളോട് പങ്കുവച്ചിരുന്നു, ബാങ്കിൽ അടച്ചതെന്ന് പറയുന്നു. പക്ഷേ അടുത്തിടെയുള്ള ഈ നോട്ടീസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അറിയിച്ചിരുന്നില്ല. അത് തന്നെയാണ് ഈ പാവത്തിന് ഇത്തരത്തിലൊരു ദുരവസ്ഥ അനുഭവിക്കേണ്ടി വന്നതെന്നാണ്. ഏതായാലും ബാങ്കിന്റെ നിലപാട് കൂടി പ്രധാനമാകുന്നു. പാർവതിയിലേക്ക് വീണ്ടും. പാർവതി, കൂടുതൽ പൊതുപ്രവർത്തകരടക്കം ഇടപെട്ടുകൊണ്ട് ബാങ്കിന് അത്തരം ഒരു ഇളവ് നൽകാൻ കഴിയുമോ എന്ന് നോക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ വിഷയത്തിനകത്ത്. അത് ഏത് തരത്തിലൊക്കെ കൂടെ കാണണം? തീർച്ചയായിട്ടും അപർണ, ഇക്കാര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകണം. അതിനായി പൊതുപ്രവർത്തകർ അടക്കം ഇടപെടുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാനായി. ആർക്കും കിടപ്പാടം, ബാധ്യതയുടെ പേരിൽ, വായ്പയുടെ പേരിൽ കിടപ്പാടം നഷ്ടപ്പെടാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുന്ന കാര്യമാണ്. ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥ തലത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് വേണം മനസ്സിലാക്കാനായി. അരുൺ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും അദ്ദേഹം എടുത്ത വായ്പയുടെ 3/4 ഭാഗവും അടച്ചു തീർത്തിട്ടുണ്ട്. ഇനി പലിശ അടക്കമുള്ള ഒരു തുകയാണ്, ചിലപ്പോൾ ഒരു 1.5 ലക്ഷത്തോളം രൂപയാണ് ഈ യേശുദാസിന് അടയ്ക്കാനായി ബാക്കിയുള്ളത്. ഇക്കാര്യത്തിൽ ഒരു ഇടപെടലാണ് വേണ്ടത്. കാരണം അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായി വീടിന് പുറത്താണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ബന്ധുവീടുകളിൽ അഭയം തേടിയിരിക്കുകയാണ്. ഇപ്പോൾ നിർധനരായ ഇത്തരം കുടുംബങ്ങളെ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥ തലത്തിൽ ഇടപെട്ട് സഹായിക്കേണ്ടതായുണ്ട്. മുഖ്യമന്ത്രിയുടെ വാക്ക് തീർച്ചയായിട്ടും യേശുദാസിന്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. അപർണ. പാർവതി സത്യദേവനൊപ്പം അരുൺ മോഹൻ കൂടിയാണ് വിവരങ്ങൾ നൽകുന്നത്. നെയ്യാറ്റിൻകരയിൽ വയോധികന്റെ വീട് ജപ്തി ചെയ്തത് വായ്പ 3/4 പങ്കോളം തിരിച്ചടച്ചിട്ടും അർബൻ ബാങ്ക് വീട്ടിൽ നിന്ന് വീട് ജപ്തി ചെയ്ത് നെയ്യാറ്റിൻകര സ്വദേശി യേശുദാസൻ പെരുവഴിയിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ 10-ാം തീയതി പറഞ്ഞ ആ വാക്ക് ആയി ആരെയും വീട്ടിൽ നിന്ന് ഇറക്കിവിടില്ല എന്ന് പറഞ്ഞ വാക്കിന് എന്ത് വിലയാണ് ബാങ്ക് നൽകിയത് എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കി.